ഹലോ ഫ്രണ്ട്സ്, കാറ്റത്തെ കിളിക്കൂടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നിധിയെ കാണാനായിട്ട് അച്ഛൻ രാവിലെ വന്നിട്ടുണ്ട്. നിധി അവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ സൈക്കിളും വെച്ച് അച്ഛൻ അവിടെ നിൽക്കുക. എന്തായാലും സുധീഷിൻ്റെ അച്ഛൻ എന്തിനാണ് ഇവിടെ വന്നത്, ഒന്ന് അങ്ങോട്ട് പോയി ചോദിക്കാമെന്നും പറഞ്ഞ് താഴേക്ക് ചെല്ലാട്ടോ. അപ്പോൾ ആഹാ, മോളെ, എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഇതാണോ ഹോസ്റ്റലെന്ന്? സുമേഷ് പറഞ്ഞു ഈ ഏരിയയിൽ എവിടെയാണെന്ന്. ഞാനങ്ങനെ കാത്തു നിൽക്കായിരുന്നു. എന്താ വന്നത് അച്ഛൻ, എന്തിനാ വന്ന കാര്യം പറ. മോളെ, നടന്ന സംഭവങ്ങൾക്കൊക്കെ ഞാൻ ക്ഷമ ചോദിക്കാൻ വേണ്ടി വന്നതാ. നിങ്ങളെന്തിനാ എന്നോട് ക്ഷമ ചോദിക്കുന്നത്? ചെയ്തത് സുധീഷല്ലേ? ആണ്. പക്ഷേ ഇന്നലെ നടന്നത് അത്ര ശരിയായിട്ടുള്ളൊരു കാര്യമല്ലെന്ന് എനിക്കറിയാം. എന്നാലും മോളെ, നീ വീട് വിട്ട് വന്നതും ഇറങ്ങിയതൊന്നും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. അത് ശരിയായ തീരുമാനം നിനക്ക് അങ്ങനെയാണെങ്കിൽ ഓക്കെ. പക്ഷെ ഒരു കാര്യം മോൾ അറിയണം, വേറൊന്നുമല്ല. സുധീഷ് അങ്ങനെയൊക്കെ മോളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ ഞാനും കൂടെയാണ്. നിങ്ങളോ? നിങ്ങളെന്താ ചെയ്തത്? അല്ല, അവൻ്റെ മനസ്സിൽ നിന്നോട് ഭയങ്കര ഇഷ്ടമാണ്. നിന്നെ കെട്ടിക്കൊണ്ട് വന്നത് വേറൊരു രീതിയിലാണെങ്കിലും നിന്നെ വലിയ ഇഷ്ടമാണ്. നിന്നോട് തുറന്നു പറയാൻ അവന് പറ്റുന്നില്ല. പിന്നെ നീ എല്ലാവരോടും സ്നേഹം കാണിക്കുകയും അവനെ ഒഴിവാക്കുകയും ചെയ്യുമ്പോൾ കുറച്ച് ദിവസമായിട്ട് മാനസികമായിട്ട് തളർന്ന് നടക്കുകയാണല്ലോ. അപ്പോൾ അവൻ കുടിച്ചിട്ട് വരികയും ചെയ്തിരുന്നു. അപ്പം ഞാൻ ഇവനോട് പറഞ്ഞിരുന്നു, കെട്ടിക്കൊണ്ട് വന്നാൽ ഭാര്യയെ ഭാര്യയായിട്ട് കാണണം, സ്നേഹിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അവനോട് ചില കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ മോളോടൊന്നും പറയുന്നില്ല. ഇവൻ ചാടിക്കയറി ഓടി വന്ന് മോളുടെ റൂമിൽ കയറുമെന്നും ഇങ്ങനെയൊക്കെ കാണിക്കുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. ഒരു കണക്കിന് നോക്കിയാൽ അവനങ്ങനെ ചെയ്തതിൽ എൻ്റെയും കൂടെ ഒരു പങ്കുണ്ട്. ഞാനും കൂടെ പറഞ്ഞ് പിരികേറ്റിട്ടാ മോളെ. കൊള്ളാലോ, നിങ്ങളൊരു അച്ഛനാണോ മനുഷ്യ? ഒരു സ്വന്തം മോനെ ആവശ്യമില്ലാത്തതെല്ലാം പറഞ്ഞ് കയറ്റി വിട്ടിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കാനായിട്ട് ഏതെങ്കിലും അച്ഛന്മാർ ചെയ്യുന്ന പണിയാണോ നിങ്ങൾ ചെയ്തത്? നിങ്ങളൊരു ശരിക്കും നല്ലൊരു അച്ഛനാണോ? ചുമ്മാതാണോ മക്കളെടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് തരുന്നത്? ശരിക്കും പറഞ്ഞാൽ അപ്പോഴൊക്കെ എനിക്ക് കുറ്റബോധം തോന്നിയിട്ടുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു അതിൻ്റെ ആവശ്യമുണ്ടെന്ന്. മോളെ, അങ്ങനെയല്ല, അത് മിണ്ടരുത് നിങ്ങൾ. അല്ലെങ്കിൽ തന്നെ ഒരു ഭാര്യയും ഭർത്താവും ആയിട്ട് ജീവിച്ചാൽ എന്താ? ഒരു പെണ്ണിനോടൊരു ഭർത്താവ് അല്ലെങ്കിൽ ഒരു ഭാര്യയോടൊരു ഭർത്താവ് ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? ആണോന്ന് നിങ്ങളുടെയൊക്കെ മനസ്സിൽ ചിലപ്പോൾ അങ്ങനെയായിരിക്കും. എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ഇതൊന്നുമില്ല. ഞാൻ സുധീഷിനെ അങ്ങനെ കണ്ടിട്ടില്ല. സുധീഷ് അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. പിന്നെ നമ്മുടെ കല്യാണം നടന്നത് ആ രീതിയിലല്ല. തുടക്കം മുതൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, എൻ്റെ മനസ്സിൽ ആ രീതി അങ്ങനെ ഒരു ചിന്തയോ ഒന്നും അല്ലാന്ന്. അത് വേറൊരു സ്റ്റൈലാണ്. അതൊക്കെ ഞാൻ ഇപ്പോൾ തുറന്നു പറഞ്ഞതല്ലേ. ആണ് മോളെ, പക്ഷേ അവനത് വിശ്വസിക്കുന്നില്ല. അവൻ്റെ മനസ്സിൽ ഇപ്പോഴും നീ അവൻ്റെ ഭാര്യയെ പോലെ ജീവിക്കണമെന്നാണ്. നമ്മളും എല്ലാവരും അങ്ങനെ ചിന്തിച്ചു, നീ ഞങ്ങളെ വീട്ടിലുണ്ടാവണമെന്ന്. ആ ഒരു സ്നേഹം കൊണ്ട് പറഞ്ഞു പോയതാ. എന്നാൽ അങ്ങനെ പറയണ്ട, എനിക്കങ്ങനെ ആവാനും കഴിയില്ല. പിന്നെ ഇതുപോലുള്ള പ്രവൃത്തിയൊന്നും മക്കളോട് പറഞ്ഞു കൊടുക്കല്ലേ. മക്കളെ വളർത്തുന്ന അച്ഛനാണ് പോലും. അച്ഛൻ, ദയവിത് നിങ്ങളൊന്ന് പോവൂ മോളെ, ഒന്ന് ക്ഷമിക്കണേ. ഞാൻ ആരോട് ക്ഷമിക്കാൻ തയ്യാറല്ല. എൻ്റെ കണ്ണുമുന്നിൽ നിന്നൊന്ന് പോകുന്നുണ്ടോ? പോവാം, എന്നാൽ പിന്നെ അങ്ങോട്ട് പോയേ. അങ്ങനെ വഴക്ക് പറഞ്ഞ അച്ഛനെ പറഞ്ഞു വിടുക കേട്ടോ. അയാൾ അവിടുന്ന് സൈക്കിൾ എടുത്തുകൊണ്ട് ഒറ്റ ഓട്ടോ ഓടുവാണ്. നിധിയാണെങ്കിൽ വല്ലാതായി റൂമിലേക്ക് കയറി പോവുക. വീട്ടിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്ത് വെക്കുമ്പോൾ നിതീഷും ഹരീഷും ഒന്നും അത്ര തെളിച്ചത്തിലല്ലാത്തത് കണ്ടിട്ട് നമ്മുടെ സുമേഷ് ആഹാരമൊക്കെ കൊടുക്കുകയാണെങ്കിലും സുധീഷിന് ഒരിതില്ല. സുധീഷിൻ്റെ അടുത്ത് ആരും മിണ്ടുന്നു പോലുമില്ല. അവസാനം ദേഷ്യം വന്നിട്ട് സങ്കടപ്പെട്ട് ചോദിക്കുക, എടാ നിങ്ങളൊക്കെ എന്തിനാ എന്നോട് പിണങ്ങുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഏട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലേ? ശരിയാണടാ, ഞാൻ ചെയ്ത തെറ്റാ എന്നും പറഞ്ഞുകൊണ്ട് നിധി അവളുടെ ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയല്ലേ. നമ്മൾ ആരെങ്കിലും അവളോട് പറഞ്ഞോ ഇറങ്ങിപ്പോവാനായിട്ട്? അത് ശരി, അവളുടെ ഇഷ്ടപ്രകാരമാണല്ലേ. ഞാൻ എന്തോ കാട്ടിക്കൂട്ടിയത് കൊണ്ട് തന്നെയാ എന്നും പറഞ്ഞ് നിങ്ങൾ എന്നോട് മുഖം വേർപ്പിച്ചിട്ട് എന്ത് ചെയ്യാനടാ? ആരെങ്കിലും ഒന്ന് മിണ്ടടാ, ഇങ്ങനെയൊന്നും കാണിക്കല്ലേ എന്നോടൊന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധീഷ് അങ്ങനെ സുമേഷിന് പറയാ, ഏട്ടാ എനിക്ക് അവളെ ജീവനായിരുന്നു. എൻ്റെ മനസ്സിൽ അവളോട് എനിക്ക് എത്ര സ്നേഹമായിരുന്നെന്നറിയോ? ഞാൻ അവളെ ഒരു വിഗ്രഹം പോലെ കൊണ്ടു നടന്നതാ. ഒരു ദേവിയെ പോലെയാണ് ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ടു നടന്നത്. കള്ളിൻ്റെ പുറത്തും പിന്നെ ഓരോരുത്തർ പറഞ്ഞ് എരികേറ്റിയപ്പോഴും പറ്റിപ്പോയി എന്നും പറഞ്ഞ് ഞാനൊരു വൃത്തികെട്ടവനല്ല. ഞാൻ ആ രീതി നടക്കുന്നവനുമല്ല. ദേവി, ഇത് നിങ്ങളെങ്കിലും എന്നെ വിശ്വസിക്കുക. നിങ്ങൾക്ക് എന്താ എന്നെ മനസ്സിലാകാത്തത് എന്നൊക്കെ പറയാട്ടോ. അവസാനം എല്ലാവരും കൂടെ ഒരു ഇതൊക്കെ സമാധാനിപ്പിച്ച് അങ്ങനെ പോയാലും ഹരീഷ് വർക്ക്ഷോപ്പിലേക്ക് ചെല്ലാണ്. ആ സമയത്ത് അവിടെ വീണ്ടും നമ്മുടെ സുധീഷ് ചെന്നിരിപ്പുണ്ട് കേട്ടോ. അവസാനം ഹരീഷിന് സങ്കടം അവനോട് സുധീഷിൻ്റെ ഇരിപ്പ് കണ്ടിട്ട്. എന്നിട്ട് ചെന്ന് പറയാം, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നിങ്ങൾക്ക് ചേച്ചിയെ ഇഷ്ടമായിരിക്കും, പക്ഷേ അതിങ്ങനെയല്ല തുറന്ന് പറയേണ്ടത്. ഒരു പെണ്ണിനോട് ഇഷ്ടമാണെങ്കിലും അതാദ്യം അവളുടെ മനസ്സ് മനസ്സിലാക്കണം, എത്രത്തോളം ആണ് എങ്ങനെയാണെന്ന്. അതാണ് വേണ്ടത്. ചാടിക്കയറി ഇങ്ങനെയല്ല പെരുമാറേണ്ടത്. ചേച്ചിയോട് ഇനിയിപ്പം ഇതൊന്നും ന്യായം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ അവരുടെ മനസ്സിൽ പിടിച്ച് പറ്റാൻ നോക്ക്. നിങ്ങളുടെ മനസ്സിലെ സ്നേഹം പതിയെ പതിയെ അവരോട് തുറന്ന് കാണിക്കാൻ നോക്ക്. അങ്ങനെയാണ് വേണ്ടത്. അല്ലാതെ ഒറ്റ ദിവസം കൊണ്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് ചാടിക്കയറി പിടിക്കാനും എടുക്കാനും കിടക്കാനും ഒക്കെ പോയാലേ ഇതായിരിക്കും ഫലം. മനസ്സിലായോ? ഞാനിനി ഉപദേശിച്ച് തന്നിട്ട് വേണം. ഷെടാ, നീ ആള് കൊള്ളാമല്ലോ.
ഒരു പ്രേമത്തിന് വേണ്ടിയിട്ടും ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ടും സ്വന്തം ഭാര്യയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് നിന്നെപ്പോലെ ഒരുത്തിൻ്റെ ഉപദേശം തേടേണ്ട ഗതികേട് വന്നല്ലോ ഭഗവാനെ. നീ ഇതിലൊക്കെ വലിയ എക്സ്പെർട്ട് ആണല്ലോടാ എന്നിങ്ങനെ ഹരീഷിനോട് സുധീഷ് ചോദിക്കുക കേട്ടോ. മര്യാദയ്ക്ക് പോയേ, ഇനിയെങ്കിലും നേരാവണ്ണം ഞാൻ ഈ ഉപദേശം തന്നു എന്നും പറഞ്ഞുകൊണ്ട് ഈ പോകൽ ചാടിക്കയറി എന്തെങ്കിലും അബദ്ധം കാണിക്കരുത്. സമാധാനത്തോടെ ആലോചിച്ചും കണ്ട് മുന്നോട്ട് പോകണം. ചേച്ചിയുടെ മനസ്സിൽ ഇടം പിടിക്കണം, മനസ്സിലായോ? അതാണ് വേണ്ടതെന്ന് പറഞ്ഞ് ഉപദേശിച്ച് വിടുകയാണ് കേട്ടോ. അങ്ങനെയാണ് ഹരീഷ് ഉപദേശമൊക്കെ കേട്ടിട്ട് നമ്മുടെ സുധീഷ് നേരെ ചെല്ലുന്നത് നിധിയുടെ ഓഫീസിലേക്കാട്ടോ. കാരണം പുറത്ത് എങ്ങനെയെങ്കിലും വിളിച്ച് ഒന്ന് ക്ഷമ ചോദിക്കണം. അന്ന് അകത്ത് കയറി ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയ കാര്യമൊക്കെ ഓർത്തെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ പുറത്ത് നിൽക്കാം, എപ്പോഴെങ്കിലും ഇറങ്ങി വരുമല്ലോ. ആ സമയത്ത് നിധിയുടെ കൂട്ടുകാരി പുറത്തേക്ക് ഇറങ്ങി വരിക കേട്ടോ. അവൾക്ക് ചെറിയ സംശയം തോന്നുന്നുണ്ട്. ഇയാളല്ലേ അന്ന് ഇവിടെ വന്നിരുന്ന് പ്രശ്നം ഉണ്ടാക്കിയത്, ഇനി എന്തെങ്കിലും പ്രശ്നത്തിൽ വന്നതായിരിക്കും. അപ്പോൾ തന്നെ സുധീഷ് അത് കണ്ടിട്ട് ചോദിക്കുക, കുട്ടി നിധി വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്, ഒന്ന് വിളിക്കുമോ, എനിക്കൊന്ന് സംസാരിക്കണം. പറയാം. നേരെ അകത്തേക്ക് ചെല്ലാട്ടോ. എന്നിട്ട് നിധിയോട് പറയുന്നുണ്ട്, അന്നത്തെ ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കിയില്ലേ കസിൻ, അയാൾ വന്നിട്ടുണ്ട്, നീ കാണണമെന്നാണ് പറയണേ, ഒന്ന് പുറത്തേക്ക് ചെല്ലോ. ഞാൻ ചെന്നോളാം. അങ്ങനെ ഞെട്ടിത്തെറിച്ച് നിധി നേരെ പുറത്തേക്ക് ഇറങ്ങി പോകണം കേട്ടോ. അവിടെ ചെല്ലുമ്പോൾ സുധീഷിൻ്റെ എന്താ വന്നത്? അത് നിധി, ഞാൻ ചെയ്തത് തെറ്റാണ്, എന്നോട് നീ ക്ഷമിക്കണം. നിങ്ങളോട് ക്ഷമിക്കാനോ? ഒരു പെണ്ണിനോട് പെരുമാണ്ട രീതി എന്താണെന്ന് പോലും നിങ്ങൾക്കറിയില്ല. പിന്നെ ഇനി ഞാൻ നിങ്ങൾക്ക് ക്ഷമ തരാനുള്ള ഒരിതും എന്നിലില്ല എന്ന് പറയുമ്പോൾ, ഇല്ല ഞാൻ കാരണമാണ് നീ അവിടെ നിന്ന് ഇറങ്ങി, എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ വീട് വിട്ട് പോകേണ്ടിയിരുന്നില്ല. നിധി അവിടെ ഉണ്ടായിരുന്നാൽ നമുക്ക് എല്ലാവർക്കും സന്തോഷം. ഒന്നുമില്ലെങ്കിൽ നീ അവിടെ ഉണ്ടല്ലോ എന്നൊരു സമാധാനം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ കാരണം ദൈവം എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തട്ടെ. അച്ഛനും മോനും കൂടെ ഒപ്പിച്ച് വെച്ചിരിക്കുന്നു. ലോകത്ത് എവിടെയെങ്കിലും നടക്കുന്ന സംഭവമാണോ? ഒരു അച്ഛൻ മോനെ പറഞ്ഞ് ഇളക്കി വിടുന്നു, മോൻ ഒരു പെണ്ണിൻ്റെ റൂമിലേക്ക് കയറി വരുന്നു. നാണമുണ്ടോ തനിക്ക്? പറഞ്ഞുള്ള കള്ളങ്ങളെല്ലാം അരികേറ്റി ഇത്രത്തോളം ആക്കിയില്ലേ? ഇനിയും തന്നെ വിശ്വസിക്കാൻ എനിക്ക് പറ്റത്തില്ല. നിധി ഒറ്റ തവണത്തേക്ക് എന്നോട് സോറി പറ, അല്ലെങ്കിൽ ക്ഷമിച്ചു എന്ന് പറ, ഞാൻ പൊക്കോളാം. ഇല്ല, തന്നോട് എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല, താനൊന്ന് പോയേ, ഞാൻ ഇനി ഒരു കാലത്ത് തന്നോട് ക്ഷമിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് നിധി ദേഷ്യം പിടിച്ച് പോവാണ് കേട്ടോ. നമ്മുടെ സുധീഷിന് അതോടുകൂടി ആകെ മനസ്സ് തകർന്ന് നിൽക്കുകയാണ്. ഇതാണ് എപ്പിസോഡിൽ. ഡീറ്റെയിൽഡ് എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.